10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടി സ്റ്റേജിൽ കയറിയതിന് ആ സ്റ്റേജിൽ നിന്നൊരു താടി വെച്ച വല്യപ്പൻ അലറിയത് ഓർമ്മയുണ്ടോ? ആരോട് ചോദിച്ചോണ്ടാടി ഇന്ന് സ്റ്റേജിൽ കയറിയത്? ആരാ ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? കയറിയത് കയറി, ഇനി മേലാ കയറിയ ഞാൻ കാണിച്ചു തരാം. എന്താ നാവില്ല കുന്നിലപ്പന്മാരായി പോയോ സഖാക്കൾ? ഇതൊന്നും കാണുകയല്ലേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. ജാതിമത ചിന്തകൾക്കപ്പുറം കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുകയും ഒന്നിച്ച് വളരുകയും ചെയ്യുന്ന ഇടങ്ങളാണ് നമ്മുടെ വിദ്യാലയങ്ങൾ. അവിടെ വേർതിരിവിന്റെ വിഷവിത്തുക്കൾ പാകാൻ ശ്രമിക്കുന്നത് അംഗീകരിക്കാനാവില്ല. എയ്ഡഡ് ആയാലും അൺഎയ്ഡഡ് ആയാലും സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ഈ രാജ്യത്തെ നിയമങ്ങൾക്കും വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും അനുസൃതമായിട്ടാണ്. സങ്കുചിതമായ രാഷ്ട്രീയ വർഗീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഇടവുമായി വിദ്യാലയങ്ങളെ മാറ്റാൻ ശ്രമിച്ചാൽ കർശന നടപടിയുണ്ടാകും. ഇപ്പോൾ ചില സംഘടനകളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ പാടില്ലെന്നും ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുള്ള കൊടിതോരണങ്ങൾ എടുത്തു മാറ്റണമെന്നും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഈ വിഷയം ഗവൺമെന്റ് നിയമപരമായ നടപടികൾ സ്വീകരിക്കുക മാത്രമല്ല, ഒരു മതേതരത്വ സമൂഹത്തിന് അങ്ങേറ്റത്തെ ബഹുമാനവും പിന്തുണയും കൊടുക്കുന്ന കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് കേരളീയ ജനങ്ങളാകെ തന്നെ ഈ വിഷയം ഏറ്റെടുക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ വളരെ ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ശ്രീ മഞ്ജുഷ്, ഞാൻ കരുതുന്നത് മന്ത്രി ഇതിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് വളരെ സ്ഫോടനാത്മകമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വിഷയമാണ്, ആ രീതിയിലത്തേക്കുള്ള ഒരു പ്രതികരണമാണ്. അപ്പൊ അത് പറയുന്ന സമയത്ത് അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു രക്ഷകർത്താവിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്, ആ കത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ മാത്രമേ ഉള്ളൂവെങ്കിൽ എന്തായിരുന്നു നമ്മുടെ മന്ത്രിയുടെ പ്രതികരണം അവിടെ അതുമായി ബന്ധപ്പെട്ട് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഉണ്ടാകേണ്ടത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാൽ പോരെ. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് ഒരുപക്ഷെ ഈ ഒരു ഇൻസിഡന്റിന് പ്രൊപ്പോർഷനേറ്റ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. ഒന്ന്, ക്രിസ്മസ് ആഘോഷത്തിന്റെ പേരിൽ സ്കൂളുകളെ വർഗീയ പരീക്ഷണശാലകളാക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനുള്ള ഒരു ശ്രമം അവിടെ ഉണ്ടായോ? ഉത്തരം പറ. അങ്ങനെ ഏതെങ്കിലും സ്കൂളുകളെ ഒരു വർഗീയ പരീക്ഷണശാലകളാക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഒരു ശ്രമം ഉണ്ടായോ? അതിന് ഉത്തരം പറയേണ്ടത് മന്ത്രിയാണ്. 2, മതത്തിന്റെ വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്ന ഉത്തരേന്ത്യൻ മോഡൽ ഇവിടെ നടപ്പാക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ രീതിയിലത്തേക്ക് പറയേണ്ട തരത്തിലുള്ള ഇവിടെ വളരെ വ്യാപകമായിട്ട് സംഘപരിവാറോ മറ്റാരെങ്കിലും നോട്ടീസ് കൊടുത്തിട്ട് ഇവിടെ വ്യാപകമായിട്ട് ക്രിസ്മസ് ആഘോഷം തടയുന്ന ഒരു രീതി ഇവിടെ ഉണ്ടായോ? സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അടുത്തത്, വേർതിരിവിന്റെ വിഷവിത്തുകൾ പാകാനായിട്ടുള്ള ശ്രമം. ആലോചിച്ച് നോക്കൂ, ഇവിടെ വേർതിരിവ് എന്ന് പറയുമ്പോൾ 2 വിഭാഗത്തിലുള്ള ആൾക്കാർ, ആ 2 മതവിഭാഗങ്ങളിൽ പെടുന്ന കുട്ടികൾ തമ്മിൽ ഒരു വേർതിരിവുണ്ടാകുന്നു, സാമൂഹ്യമായിട്ടുള്ള വേർതിരിവായിട്ട് അത് മാറുന്നു. ആ രീതിയിലത്തേക്കുള്ള വിഷവിത്തുകൾ പാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. ഈ മനസ്സിൽ കുഷ്ഠം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഈ രീതിയിലത്തേക്ക് മന്ത്രി പ്രതികരിക്കണമെങ്കിൽ അതിനേക്കാൾ വലിയൊരു, അതായത് കേവല പുകയല്ല, വലിയൊരു തീ അവിടെ ഉണ്ടാകണം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സംഘടന നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് മന്ത്രിക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ ആർക്കും തന്നെ കഴിയുന്നില്ല. അങ്ങനെ ആരെങ്കിലും കൊടുത്തിട്ടുണ്ട് എങ്കിൽ അത് നിയമപരമായിട്ട് തെറ്റുമായിരിക്കാം. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ മന്ത്രി ചെയ്യേണ്ടത്? മന്ത്രി ചെയ്യേണ്ടത് ഈ രീതിയിലത്തേക്കുള്ള വലിയ ഡയലോഗ് അടിക്കുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് നമ്മൾക്കറിയാമല്ലോ, വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം നമ്മുടെ ഈ വിദ്യാഭ്യാസ വകുപ്പിലുള്ള കുറേയധികം ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് പല തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താറുണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു പരാതി വന്നപ്പോൾ മന്ത്രി എന്ത് അന്വേഷണം നടത്തി? ആ അന്വേഷണത്തിന്റെ എന്ത് റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ എന്ത് റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്റെ ഈ പ്രതികരണം നടത്തുന്നത്? റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്ന്. നോക്കൂ, ഈ റിപ്പോർട്ട് തേടലാണ്. ഞാൻ പറഞ്ഞത് പ്രാഥമികമായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ എടുത്തതിന് ശേഷം കേരളത്തിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി, മതത്തിന്റെ വിഭജനത്തിന്റെ വിഷവിത്തുകൾ പാകുന്നതിന് വേണ്ടി, കേരളത്തിനെ ഒരു ഉത്തരേന്ത്യൻ മോഡൽ വർഗീയ പരീക്ഷണശാലയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢശ്രമം ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത് എങ്കിൽ നമ്മൾ എല്ലാവരും അദ്ദേഹത്തിനോടൊപ്പം നിൽക്കും. കാരണം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെയോ നമ്മുടെ നാട്ടിലെ സമൂഹത്തിനെയോ മതത്തിന്റെയോ ജാതിയുടെയോ പേരിലൊന്നും ഭിന്നിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല നമ്മൾ. പക്ഷെ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല എന്നുള്ളത് പ്രകടമായിട്ടിരിക്കുമ്പോൾ, ഒരു സ്കൂളിലെ ഒരു രക്ഷകർത്താവിന്റെ കൺസേൺ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ രീതിയിലത്തേക്ക് എന്തിനാ പറയുന്നത്? ഇതിന്റെ അക്കൗണ്ടബിലിറ്റി മന്ത്രി എവിടെയാ ഫിക്സ് ചെയ്തെന്ന് കണ്ടോ? ഒരു കയ്യബദ്ധം നാറ്റുകരുത്.
ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വാർത്തകളൊക്കെ മഞ്ജുഷ എടുത്ത് നോക്കൂ. ചില സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകൾ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് വിലക്കേർപ്പെടുത്തിയോ? അപ്പൊ ചിന്മയുടെ ഒരൊറ്റ സ്കൂളിലും അങ്ങനെ ഇതില്ല എന്നാണോ പറയുന്നത്? ഇനി അതല്ല എങ്കിൽ മറ്റേതെങ്കിലും ഒരു ഹൈന്ദവ സംഘടനകൾ നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ ഒന്നും തന്നെ ക്രിസ്മസ് ആഘോഷം ഇല്ല എന്നാണോ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഇതിന് എവിടെയെങ്കിലും ഒരു ലോജിക്ക് ഉണ്ടാകേണ്ടതല്ലേ? എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. ഞാൻ പറയുന്നത് അങ്ങനെ ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് മന്ത്രി സ്കൂളിനെതിരെ നടപടിയെടുക്കാത്തത്? സ്കൂളിനെതിരെ നടപടിയെടുക്കാമല്ലോ. നിങ്ങൾ ഇങ്ങനെ ഇതൊരു കേവലം ഒരു മതാഘോഷം മാത്രമല്ല, ഇവിടുത്തെ ഒരു കൾച്ചറൽ ഫെസ്റ്റിവലാണ്. അങ്ങനെയുള്ള കൾച്ചറൽ ഫെസ്റ്റിവലിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് മടിക്കുന്ന സ്കൂള്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന സ്കൂള്, അതിനെ പ്ലാൻ ചെയ്തതിന് ശേഷം ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്യുന്ന സ്കൂള്, അങ്ങനെയുള്ള സ്കൂളിനെതിരെ ഞാനിതാ നടപടിയെടുക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് പറയാമല്ലോ. ഇനി പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു സംഘടന, ഇപ്പൊ ഈ കത്തിൽ പറയുന്നത് പോലെ ഒരു സംഘപരിവാർ സംഘടനയാണ് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്, മന്ത്രി എന്താ ചെയ്യേണ്ടത്? ഈ വിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് വരണ്ടല്ലോ, പിന്നെ അതൊരു ക്രമസമാധാന പ്രശ്നമല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? പോലീസിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെ പിടിച്ച് അകത്താക്കാവല്ലോ. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഒരു സ്കൂളിൽ വന്നിട്ട് അനാവശ്യമായിട്ട് സംഘർഷം ഉണ്ടാക്കാൻ അവര് ശ്രമിച്ചു എന്നുള്ളത് മതിയായ കാരണമല്ലേ? അങ്ങനെ ആരെയെങ്കിലും പിടിച്ചിട്ടുണ്ടോ? ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ, സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഇത് ഒരു ആദിമൂത്ത് പ്രാന്താകുന്ന സ്ഥിതിയാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല സുന്ദരമായി അറിയാം, നല്ല ഒന്നാന്തരം ഷോക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമയമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയർ സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇനി കാക്കി കളസവിടും. ഇതെങ്ങനെ സഹിക്കും? കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി സത്യസന്ധനും സൽഗുണ സമ്പന്നനുമാണെന്ന് നമുക്കറിയാം. കാരണം നിയമസഭയിൽ നടത്തിയ താണ്ഡവ നൃത്തമൊക്കെ നമ്മുടെ ബുദ്ധിയിൽ നിന്ന് മാഞ്ഞുപോയി. കോടതിയിൽ അദ്ദേഹം എന്നിട്ട് സത്യം പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം നാവെടുത്താൽ സത്യം മാത്രമേ പറയൂ എന്ന് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതിനെ ഞാൻ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. കാരണം അംഗീകരിക്കണം, നമ്മൾ അതങ്ങനെയാണ്. സഖാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊന്നും പറയരുത്. സഖാക്കൾ വൈകുന്നേരം രാത്രി 8 മണിക്ക് കിഴക്ക് സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങ് അംഗീകരിച്ചേക്കണം. അതിനെ കൂടുതൽ എതിർക്കാനൊന്നും പോകരുത്. കാരണം അവരത് അങ്ങനെയാണ്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്ന്. ഏതോ ഒരു പാർട്ടിയുടെ LC മെമ്പർ പറഞ്ഞ ഉടനെ ചാടിക്കേറി ഇറങ്ങിയ ഒരു മന്ത്രി ഇത്തരത്തിൽ വിഡ്ഢിത്തരം കാണിക്കാൻ പാടുണ്ടോ? എന്താ മന്ത്രി ഇത് മാത്രം കാണുന്നത്? ഞാൻ പച്ചയ്ക്ക് അങ്ങോട്ട് പറഞ്ഞുതരാം. ഒരു മുസ്ലിം പെൺകുട്ടി 10ാം ക്ലാസ്സോ +2 പാസ്സായിട്ട് അവൾക്ക് അവളുടെ മിടുക്കിന് അവളുടെ സമുദായവും ആ സംഘടനകളും ചേർന്ന് ആ നല്ല മിടുക്കികളായ കുട്ടികളെ അഭിനന്ദിക്കാൻ ഒരു സ്റ്റേജിൽ വിളിച്ച് കയറ്റിയപ്പോൾ ഓർമ്മയുണ്ടോ എൻ്റെ സഖാക്കൾക്ക് എന്താ സംഭവിച്ചതെന്ന്? ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. 10ാം ക്ലാസ് പാസ്സായ പെൺകുട്ടി സ്റ്റേജിൽ കയറിയതിന് ആ സ്റ്റേജിൽ നിന്നൊരു താടി വെച്ച വല്യപ്പൻ അലറിയത് ഓർമ്മയുണ്ടോ? ആരോട് ചോദിച്ചോണ്ടാടി ഇന്ന് സ്റ്റേജിൽ കയറിയത്? ആരാ ഇവളെ ഇങ്ങോട്ട് കയറ്റിവിട്ടത്? കേറിയത് കേറി, ഇനി മേലാ കേറിയ ഞാൻ കാണിച്ചു തരാം. എന്താ നാവില്ല കുന്നിലപ്പന്മാരായി പോയോ സഖാക്കൾ? ഇതൊന്നും കാണുകയല്ലേ? എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വര. ചില കാര്യങ്ങളിൽ മാത്രമേ കാഴ്ചയുള്ളൂ. കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കണ്ട എന്റെ മഞ്ജുഷേ. ഇനി ഇതിന്റെ അപ്പുറവും നടക്കും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 21ഓളം അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP 1ാം സ്ഥാനത്താണ്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. പക്ഷെ മലയാളികൾക്ക് ഇത് നടക്കുമോ? ഇത്തരം പൊടിക്കൈകളൊക്കെ വല്ല ബംഗാളിലോ ത്രിപുരയിലോ ഒക്കെ വിദ്യാഭ്യാസ നിലവാരം കുറഞ്ഞ ആളുകളുടെ ഇടയിലൊക്കെ നടന്നു കാണും. കേരളത്തിലേക്ക് സ്റ്റൈൽ പ്രത്യേകിച്ച് ഒരു എലൈറ്റ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഇടയിലൊന്നും ഈ മാതിരി തട്ടിത്തരികട അഭ്യാസങ്ങളൊന്നും നടക്കില്ല.